പ്രിയപ്പെട്ടവരെ, നമ്മളിനി പത്രത്തിലേക്കൊന്ന് കടന്നാൽ പ്രധാനമായും എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് പോലെ മൻമോഹൻ സിംഗിനെ കുറിച്ചായിരിക്കും. നമുക്ക് വിവിധ പത്രങ്ങൾ നൽകിയിരിക്കുന്ന തലക്കെട്ടുകൾ ഒന്ന് പരിശോധിച്ചു വരാം. മലയാള മനോരമയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിടവാങ്ങൽ മൻ താരം എന്ന തലക്കെട്ടിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മൻ താരം എന്നാണ്. രാജ്യത്തിന്റെ പ്രണാമം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ അന്തിമോപചാരം അർപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം മനോരമ ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. മൻമോഹൻ സിംഗിന് പ്രണാമം എന്ന തലക്കെട്ടാണ് മാതൃഭൂമി നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു അസം സ്വദേശി, അഗർത്തല സ്വദേശി ശുഭം സാഹ ഇലയിൽ തീർത്ത ഒരു കലാസൃഷ്ടി, മൻമോഹൻ സിംഗിൻ്റെ മുഖം ഇലയിൽ ഇങ്ങനെ തീർത്തതാണ് മാതൃഭൂമി ആദ്യ പേജിൽ വാർത്തയും ചിത്രവും ആക്കിയിരിക്കുന്നത്. ദേശാഭിമാനിയുടെ ആദ്യ പേജിലേക്ക് എത്തിയാൽ, ദേശാഭിമാനിയിൽ ഇന്നത്തെ ആദ്യ പേജിൽ മൻമോഹൻ സിംഗിൻ്റെ വാർത്ത മൻമോഹൻ സിംഗിന് ഇന്ന് വിട നൽകും എന്ന ഒരു തലക്കെട്ടോടു കൂടി വാർത്ത നൽകുന്നു. മറ്റൊരു ദ ഹിന്ദു പത്രത്തിലെത്തിയാൽ, മൻമോഹൻ ഫ്യൂണറൽ, കോൺഗ്രസ് ഡിമാൻഡ്സ് റൈറ്റ്സ് മെമ്മോറിയൽ സൈറ്റ്. ഒരു സ്മാരക സ്ഥലത്ത് വേണം മൻമോഹൻ സിംഗിന് സമാധി ഒരുക്കാൻ എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ UPA സർക്കാർ തന്നെ തീരുമാനിച്ചിരുന്നു ഈ സമാധി സ്ഥലം എന്ന പേരിൽ പ്രത്യേക സ്ഥലം അനുവദിക്കേണ്ടതില്ല, പകരം ഇവർ എല്ലാവരും ഈ സ്മൃതി സ്ഥലിൽ ഒരു ഇടം മുൻ പ്രധാനമന്ത്രിമാർക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി എന്ന തലക്കെട്ടാണ് മാധ്യമം ഉപയോഗിച്ചിരിക്കുന്നത്. മൻമോഹൻ സിംഗിൻ്റെ വിടവാങ്ങലിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ മാൻ ഹു ലിബറേറ്റഡ് ഇന്ത്യസ് ഡ്രീംസ്. മൻമോഹൻ സിംഗ് ഇന്ത്യയെ വിമോചിപ്പിച്ച, ഇന്ത്യയുടെ സ്വപ്നങ്ങളെ വിമോചിപ്പിച്ച നേതാവ് എന്ന അർത്ഥത്തിലാണ് ടൈംസ് ഓഫ് ഇന്ത്യ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഇതാണ് മൻമോഹൻ സിംഗിനെ കുറിച്ച് വിവിധ പത്രങ്ങൾ നൽകിയിരിക്കുന്ന ഇന്നത്തെ തലക്കെട്ട്. അതോടൊപ്പം മറ്റു ചില വാർത്തകളും ഇന്നത്തെ പത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ വാർത്തകൾ കൂടി നമുക്കൊന്ന് നോക്കിപ്പോകാം. മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കും സംസ്ഥാന സർക്കാരിനും ആശ്വാസകരമായി ഹൈക്കോടതിയിൽ നിന്നെത്തിയ വാർത്ത തന്നെയാണ്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം ഭൂമി ഏറ്റെടുക്കാം എന്നാണ് ആ വാർത്ത. എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം അംഗീകരിച്ചു. മനുഷ്യഹൃദയം അറിഞ്ഞുള്ള വിധി എന്നാണ് ഇന്നലെ റവന്യൂ മന്ത്രി കെ രാജൻ ഈ വിധിയോട് പ്രതികരിച്ചിരിക്കുന്നതായും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാള മനോരമയിൽ മൻമോഹൻ സിംഗിൻ്റെ വാർത്ത കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യ പേജിൽ അന്ത്യകർമ്മം ഒന്നും നൽകിയില്ല. ആകെയുള്ളത് ഈ തീരുമാനമാകാതെ സ്മാരക സ്ഥലം എന്നത് മാത്രമാണ്. മുഴുവൻ പേജിലും, ആദ്യ പേജിലെ പകുതി പേജിലും മലയാള മനോരമ മൻമോഹൻ സിംഗിൻ്റെ യാത്രാമൊഴിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഉൾപേജിലേക്ക് എത്തിയാൽ മറ്റു ചില വാർത്തകളും മലയാള മനോരമ നൽകുന്നുണ്ട്. നമുക്ക് ആ വാർത്തകൾ കൂടി ഒന്ന് നോക്കി വരാം. ഉൾപേജിൽ ഇന്നലെ ചാട്ടവാർ കൊണ്ട് സ്വയം പ്രഹരിച്ച അണ്ണാമലയുടെ സമരത്തെക്കുറിച്ചുള്ള വാർത്തയും ഉൾപേജിൽ നൽകുന്നുണ്ട്. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ യുവതി പീഡനത്തിനിരയായ സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ട് DMK സർക്കാരിനെതിരെ പ്രതിഷേധിച്ചും BJP സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലൈ ചാട്ടവാർ കൊണ്ട് സ്വയം പ്രഹരമേൽപ്പിച്ചു. DMK സർക്കാരിനെ അധികാരത്തിൽ നിറക്കും വരെ ചെരുപ്പിടില്ലെന്നും വ്യാഴം വൈകുന്നേരം പ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് 8 തവണ ചാട്ടവാർ കൊണ്ട് സ്വയം അടിച്ചത് എന്ന വാർത്ത മനോരമ ഉൾപേജിൽ നൽകുന്നുണ്ട്. വളരെ വിശാലമായൊരു സ്പ്രെഡ് പേജ് ഇന്നും മലയാള മനോരമ മൻമോഹൻ സിംഗിന് വേണ്ടി നീക്കിവെക്കുന്നു. ഒന്നല്ല, 2 വലിയ വിശാലമായ പേജുകളാണ് മൻമോഹൻ സിംഗിന് വേണ്ടി മനോരമ മാറ്റി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം എസ്റ്റേറ്റ് ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാം എന്ന ഹൈക്കോടതിയുടെ ഉത്തരവും പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ നൽകുകയും ചെയ്യുന്നു. ബെളഗാവിയിൽ കേരള നേതൃയോഗം എന്ന വാർത്ത കൂടി മനോരമ ഉൾപേജിൽ നൽകുന്നുണ്ട്. മറ്റു വാർത്തകളൊന്നും പ്രധാനമായും മനോരമ ആ രീതിയിൽ ക്യാരി ചെയ്യുന്നില്ല. പക്ഷേ സ്പോർട്സ് പേജിലേക്ക് എത്തിയാൽ കശ്മീർ കടന്ന് കേരളം എന്ന വാർത്ത മനോരമ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ സന്തോഷ് ട്രോഫിയിൽ കേരളം സെമി ഫൈനലിലേക്ക് പ്രവേശിച്ച വാർത്തയായിരുന്നു. ജമ്മു കാശ്മീരിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനലിലേക്ക് പൊരുതി കയറി കേരളം. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെതിരെ 1-0 കേരളത്തിന്റെ ജയം. 73-ാം മിനിറ്റിൽ നസീബ് റഹ്മാനാണ് വിജയഗോൾ നേടിയത്. നാളെ രാത്രി 7:30 നടക്കുന്ന 2ാം സെമിയിൽ മണിപ്പൂരാണ് കേരളത്തിന്റെ എതിരാളികൾ. മണിപ്പൂരിനെ കൂടി പരാജയപ്പെടുത്തിയാൽ നമ്മൾ സന്തോഷ് ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശിക്കും. കപ്പിന് തൊട്ടരികെ നമ്മൾ എത്തിയിരിക്കുന്നു. അതേസമയം മെൽബണിൽ നടക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ വിവരങ്ങൾ കൂടി പത്രം പങ്കുവയ്ക്കുന്നു. വേണ്ടായിരുന്നു എന്ന തലക്കെട്ടിൽ 5-ന് 164 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇന്നിംഗ്സ്. മെൽബൺ ടെസ്റ്റ് ഇന്ത്യ പതറുകയാണ്. ജയ്സ്വാളിന്റെ റണ്ണൌട്ട് 82 റൺസ് എടുത്ത് ജയ്സ്വാൾ മടങ്ങുന്ന ചിത്രമടക്കമാണ് മനോരമ മെൽബൺ ടെസ്റ്റിൽ ഇന്ത്യ പതറുന്ന വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി മാതൃഭൂമിയിലേക്ക് എത്തിയാൽ, സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിന് ഇതുവരെ ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് നിയമനത്തിന് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനാകില്ലെന്ന സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥ ഒഴിവാക്കാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട്.
ബിരുദധാരികൾക്ക് ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിന് അപേക്ഷിക്കാനാകില്ലെന്ന വ്യവസ്ഥ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ തീർപ്പാക്കിയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സർക്കാർ വകുപ്പിലേക്ക് നടത്തുന്ന ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിന് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനാകില്ലെന്ന വ്യവസ്ഥ സർവകലാശാല നിയമനത്തിന് ബാധകമാകില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയുള്ളത് ജീവനക്കാരുടെ ആസ്തി ബാധ്യതകൾ രഹസ്യ വിവരമല്ല എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ എന്ന് പറയുന്നത് ആസ്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അവരുടെ ബാധ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതൊന്നും മാറ്റി നിർത്താൻ കഴിയില്ല. സർക്കാർ ജീവനക്കാരുടെ ആസ്തിയും ബാധ്യതയും സംബന്ധിച്ച വിശദാംശങ്ങൾ സ്വകാര്യ വിവരമായി കണക്കാക്കാനാവില്ലെന്നും അതിനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെന്നും മദ്രാസ് ഹൈക്കോടതി വിധിച്ചു. പൊതുജനങ്ങളുടെ കാഴ്ചപ്പുറത്ത് നിർത്തുന്ന പൊതുസേവകരാണ് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു. പൊതുജനങ്ങളുടെ കാഴ്ചപ്പുറത്ത് നിൽക്കുന്നവരാണ് പൊതുസേവകരെന്ന് കോടതി ഓർമ്മിപ്പിച്ചു എന്നാണ്. സർക്കാർ ജീവനക്കാരുടെ സർവീസ് രജിസ്റ്ററിൽ ചില സ്വകാര്യ വിവരങ്ങൾ കണ്ടേക്കാമെങ്കിലും അവയെ മൊത്തത്തിൽ സ്വകാര്യമെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ മദ്രാസിൽ വിവരാവകാശ നിയമത്തിന്റെ പ്രകാരം കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ്, ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമം പത്രത്തിലെ ലീഡ് വാർത്ത വയനാട് പുനരധിവാസത്തിൽ ഹൈക്കോടതി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാം എന്ന വാർത്തയാണ്. വിധി പ്രതികൂലമായാൽ തുക തിരികെ നൽകണമെന്ന വ്യവസ്ഥയോടെ നഷ്ടപരിഹാരം നൽകണം എന്നാണ് മാധ്യമം പത്രം ആ വാർത്ത കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം കേരളം സെമിയിൽ പ്രവേശിച്ച വാർത്തയുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ മെമ്മോയ്ക്ക് പ്രശാന്ത് IASന്റെ 7 ചോദ്യങ്ങൾ ഇന്നലെ റിപ്പോർട്ടർ TV-യാണ് പുറത്തുവിട്ടത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇന്ന് പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി വരുന്ന ദിവസമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് എറണാകുളം CBI കോടതി വിധി പറയും. പ്രതിഭാഗത്തുള്ള CPM-നെയും ഹർജിക്കാരുടെ ഭാഗത്തുള്ള കോൺഗ്രസിനെയും സംബന്ധിച്ച് നിർണായകമായിരിക്കും വിധി. ഇടതുമുന്നണിയുടെ 2 സംസ്ഥാന ജാഥകൾ മഞ്ചേശ്വരത്ത് നിന്നും പാറശാലയിൽ നിന്നും തുടങ്ങിയ ദിവസമായ 2019 ഫെബ്രുവരി 17-നാണ് കല്യോട്ട് 2 യൂത്ത് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ടത്. ഈ വാർത്ത കേരളത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുകയും ചെയ്തിരുന്നു. ഇനി നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് പോകാം. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മറ്റു ചില വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ റിപ്പോർട്ടർ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. ഒപ്പം ദില്ലിയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ആ വാർത്താ വിശേഷങ്ങളിൽ കൂടി നമുക്ക് മടങ്ങി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് വിവിധ ഭരണാധികാരികൾ പറഞ്ഞ വാചകങ്ങൾ ഇന്ന് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ വേഗം ഒന്ന് നോക്കിപ്പോയാൽ എങ്ങനെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ധിഷണാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിവിധ ലോക നേതാക്കൾ ഓർമ്മിച്ചെടുക്കുന്നത് എന്ന് നോക്കാം. ചുരുങ്ങിയ വാക്കുകളിൽ ബറാക് ഒബാമ 2010-ൽ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞത്, മൻമോഹൻ സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ ചെവി ഓർക്കുന്നു എന്നാണ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ ആറ്റിക്കുറുക്കി തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ കൃത്യമായും പറയുന്ന നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അതുകൊണ്ട് തന്നെയാണ് മൻമോഹൻ സിംഗിൻ്റെ ദീർഘവീക്ഷണത്വം പല ഘട്ടങ്ങളിലും ഇന്ത്യയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ട്. 1990-കളിൽ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കൊണ്ടുവന്ന ലിബറലൈസേഷൻ എന്ന് പറയുന്ന പോളിസി പിന്നീട് സ്വകാര്യവൽക്കരണത്തിനും ആഗോളീകരണത്തിനുമൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ സഹായിച്ചു എന്നാണ് ഒരു വിഭാഗം ആളുകൾ താല്പര്യപ്പെടുന്നത്. മറുവിഭാഗം സോഷ്യലിസ്റ്റ് ചേരി അതിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ 2008-ലൊക്കെ വലിയ സാമ്പത്തിക പ്രയാസം ലോകത്തുണ്ടാകുമ്പോൾ, ആഗോള സാമ്പത്തിക മാന്ദ്യമുണ്ടാകുമ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ കരുത്തായത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ദീർഘവീക്ഷണത്വമാണ്. മൻമോഹൻ സിംഗ് വിസ്മയം ജനിപ്പിക്കുന്ന പ്രധാനമന്ത്രി എന്നാണ് ടോണി ബ്ലെയർ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞത്. മൈ ജേർണി എന്ന ഗ്രന്ഥത്തിലാണ് ടോണി ബ്ലെയർ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുന്നത്. വ്ളാഡിമിർ പുടിൻ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുന്നത്, റഷ്യയും ഇന്ത്യയുമായുള്ള ബന്ധം സവിശേഷ തലത്തിലേക്ക് ഉയർത്തിയതിൽ മൻമോഹൻ സിംഗിൻ്റെ വ്യക്തിപരമായ സംഭാവനകളുണ്ട്. അസാമാന്യ പ്രതിഭയുള്ള അദ്ദേഹവുമായി എത്രയോ അവസരങ്ങളിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങൾ നിധി പോലെ സൂക്ഷിക്കുന്നു എന്നാണ് വ്ളാഡിമിർ പുടിൻ പറയുന്നത്. ആംഗല മെർക്കൽ, ജർമ്മനിയുടെ മുൻ ചാൻസലർ, ഫ്രീഡം മെമസ് എന്ന അവരുടെ ആത്മകഥയിൽ പറയുന്നു, ഗ്രാമപ്രദേശങ്ങളിൽ കഴിയുന്ന 120 കോടി സാധാരണ ഇന്ത്യൻ ജനതയുടെ 2/3 ഭാഗത്തിൻ്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ പ്രധാന ലക്ഷ്യം. ജർമ്മൻ ജനതയുടെ 10 ഇരട്ടിയോളം വരുമത് എന്നാണ് ഏഞ്ചൽ മെർക്കൽ പറയുന്നത്. മലേഷ്യൻ പ്രധാനമന്ത്രി പറയുന്നു, പലർക്കും അറിയാത്ത ഒരു കാര്യം പങ്കുവയ്ക്കാനുള്ള വേളയാകട്ടെ ഇത്. ഞാൻ തടവിലായിരുന്ന കാലത്ത് അദ്ദേഹം എന്നോട് കാണിച്ച ഉദാരത,
മഹൻ ഇഹ്സാൻ ഉൾപ്പെടെ എല്ലാ മക്കൾക്കും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ആ വലിയ കാരുണ്യം ഞാൻ വിനയപൂർവ്വം നിരസിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ മഹാമനസ്കതയും മനുഷ്യസ്നേഹവും വ്യക്തമാക്കിയ സംഭവമായിരുന്നു അത്. തടവിന്റെ ദുർഘടമായ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ എനിക്കൊപ്പം ആത്മാർത്ഥമിത്രമായി അദ്ദേഹം നിലകൊണ്ടു എന്നാണ് അൻവർ ഇബ്രാഹിം മലേഷ്യൻ പ്രധാനമന്ത്രി പറയുന്നത്. ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് പറയുന്നത് ഇന്ത്യക്ക് മഹാനായ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഫ്രാൻസിന് ആത്മാർത്ഥ സുഹൃത്തിനെയും. രാജ്യത്തിനു വേണ്ടി അദ്ദേഹം ജീവിതം സമർപ്പിച്ചു എന്നാണ് ഇമ്മാനുവൽ മാക്രോ പറയുന്നത്. ചുരുക്കത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗം 92 വയസ്സായി. അത് സ്വാഭാവികമായും സംഭവിക്കേണ്ട ഒന്നാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ വിയോഗം ഒരർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ലോകരാജ്യങ്ങൾക്കിടയിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ, ഒരു സാമ്പത്തിക ശക്തിയായി തളർന്നു വീഴാതിരിക്കാൻ നമ്മൾക്ക് കരുത്ത് നൽകിയ ഒരു ഭരണാധികാരിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, എന്തായാലും 11:45 അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്കിതിന്റെ ദൃശ്യങ്ങളും വാർത്തയും തത്സമയം നൽകാം. 8:30 അദ്ദേഹത്തിന്റെ വസതിയായ ജൻപത് 3-യിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം എത്തിക്കും. അവിടെ വാർത്തയും കൂടുതൽ വിശദ വിവരങ്ങളും നൽകാൻ നോബൽ മാരിക്കാരനും PR സുനിലും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരും. ഇനി നമ്മൾ